ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ് ആണ് ടീച്ചിങ് എയ്ഡ്സ്. Teaching aids are tools, materials, or resources by teachers to support and enhance the teaching and learning process. They can help make lessons more engaging, interactive, and effective in conveying information and concept to students. Some of them are visual aids, audiovisual aids, interactive whiteboards, printed materials. ഓക്കെ, അന്നേരം ലേണിംഗ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, അതുപോലെ തന്നെ നമുക്ക് ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, പ്രിന്റഡ് മെറ്റീരിയൽ എല്ലാം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ശരിക്കും പറയുന്നത് ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ കഴിയും, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നത്, അതാണ് ഇവിടുത്തെ ടീച്ചിങ് എയ്ഡ്. അത് പലതരത്തിലുള്ള ടൂൾസും ടെക്നോളജീസും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ്, digital language learning platform. Digital language learning platforms are online tools and resources that allow learners to study and practice a foreign language using technology. These platforms can include various resources such as online courses, interactive lessons, language exchange forums, and gamified learning experiences. Some popular digital language learning platforms include Duolingo, Babbel, Rosetta Stone, and Memrise. അന്നേരം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം, ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഡിജിറ്റൽ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതൊരു ഓൺലൈൻ ടൂൾ ആൻഡ് റിസോഴ്സസ് ആണ്. അതുവഴി നമുക്ക് ഫോറിൻ ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജിലാണ്. ഓക്കെ, ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാം, ഇന്ററാക്റ്റീവ് ലെസൺസ്, ലാംഗ്വേജ് എക്സ്ചേഞ്ച് ഫോറംസ്, അതുപോലെ തന്നെ ഗെയിംസ് വഴി നമുക്ക് ഇതിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. സോ ഇതിലേക്ക് വരുന്ന പോപ്പുലർ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസുകളാണ് ഡുവോലിംഗോ, ബാബിൾ, റൊസെറ്റ സ്റ്റോൺ ആൻഡ് മെമ്മറൈസ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ദേ പ്രൊവൈഡ് ലേണേഴ്സ് വിത്ത് ആക്സസ് ടു വേരിയസ് ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് റിഗാർഡ്ലെസ് ഓഫ് their locations or time constraints. Then learners can typically access these platforms from various devices, including desktop computers, smartphones, and tablets, and can study at their own pace on their own schedule. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ലേണേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് ലേണിംഗ് മെറ്റീരിയൽസ്, റിസോഴ്സസ് അവർക്ക് ഏത് ലൊക്കേഷനിലിരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പല ഡിവൈസസ്, വെദർ ഇറ്റ് ഈസ് എ ഫോൺ, ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, അതിൻ്റെ അകത്തൂടെ എല്ലാം തന്നെ ഇവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ലാക്ക് as of opportunities for authentic language and communication, which can be important for developing skills and listening skills. Developing speaking skills and listening skills. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒത്തൻറ്റിക് ലാംഗ്വേജ് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒത്തൻറ്റിക് എന്ന് വെച്ചാൽ റിയൽ ലൈഫിലുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലാഗ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നോക്കാം. ഇത് ഓരോന്നും നമുക്ക് 2 മാർക്സിന് ചോദിക്കാം. ഡിസ്ക്രൈബ് ഡുവോലിംഗോ, ഡിസ്ക്രൈബ് റൊസെറ്റ സ്റ്റോൺ, ബാബിൾ ഓർ മെമ്മറൈസ്. ഓക്കെ, it is a free language learning platform that offers interactive lessons over 30 languages. The platform is gamified, making learning feel like a game, and uses a variety of exercises to help learners practice reading, writing, listening, and speaking. Duolingo എന്ന് പറയുന്നത് ഒരു ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ഏകദേശം 30 ലാംഗ്വേജസിന് മുകളിലായിട്ട് ഡുവോലിംഗോ യൂസ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജിലെ ഗെയിംസിന്റെ ബേസിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഒരുപാട് എക്സസൈസുകൾ ഇവർക്ക് പറയുന്ന ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പ്രാക്ടീസ് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. പക്ഷേ ഇതെല്ലാം പ്രീ റെക്കോർഡഡ് വെർഷൻസ് ആയിരിക്കും. അതിൻ്റെ അകത്തുനിന്നൊന്നും തന്നെ നമുക്ക് ഒത്തൻറ്റിക് അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള സിറ്റുവേഷൻസ് കിട്ടുന്നില്ല. നെക്സ്റ്റ്, റൊസെറ്റ സ്റ്റോൺ. Rosetta Stone is a language learning platform that uses a natural immersion method to teach learners a new language. The platform offers learners lessons in over 20 languages and uses a combination of audio visual, uh, a combination
of audio, visual, and interactive content to help learners develop their language skills. സോ റൊസറ്റ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് എബൌട്ട് 20 ലാംഗ്വേജസിൽ ഇത് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഓഡിയോ, വിഷ്വൽ, ഇന്ററാക്റ്റീവ് കണ്ടന്റിന്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. റൊസറ്റ സ്റ്റോൺ 20 ലാംഗ്വേജിന്റെ എബോവ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റത് നേരത്തെ പറഞ്ഞ എന്താണ്? ആദ്യം പറഞ്ഞ എന്താണ്? ഡ്യുവലിംഗോ. ഡ്യുവലിംഗോ 30 ലാംഗ്വേജസിൽ എബോവ് ആയിട്ട് യൂസ് ചെയ്യുന്നു. Then Babel. It is a language learning platform that offers courses in over 14 languages. The platform uses interactive lessons, personalized feedback, and speech recognition technology to help learners improve their language skills. ബേബിൾ എന്ന് പറയുന്ന 14 ലാംഗ്വേജസിൽ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക്, ഇന്ററാക്റ്റീവ് ലെസൺസ്, സ്പീച്ച് റെക്കഗ്നിഷൻ ടെക്നോളജി, ഇതെല്ലാം തന്നെ ബേബിൾ പ്രൊവൈഡ് ചെയ്യുന്നു. Memrise. It is a language learning platform that uses flashcards and gamified exercises to help learners memorize vocabulary and grammar. The platform offers courses in over 20 languages and uses spaced repetition to help learners retain what they have learned. Okay. Memrise വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം ദാറ്റ് യൂസസ് ഫ്ലാഷ് കാർഡ്സ് ആൻഡ് ഗമിഫൈഡ് എക്സസൈസസ്. ഓക്കെ, ഫ്ലാഷ് കാർഡ്, ഗമിഫൈഡ് എക്സസൈസും ഒക്കെ യൂസ് ചെയ്യുന്നു. വൊക്കാബുലറിയും ഗ്രാമറും അവർ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ പ്ലാറ്റ്ഫോം ഓഫേഴ്സ് ഓവർ 20 languages and it also give repetition or drilling pattern for the students for what they have learned. അവർ ഡ്രില്ലിംഗ് വഴി അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്താണ്ടാണ് ഇത് ലാംഗ്വേജ് ലേൺ ചെയ്യിപ്പിക്കുന്നത്. സോ അതെല്ലാം ഒന്ന് ഓർക്കുക. നമുക്ക് 2 മാർക്സിന് വേരിയസ് ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവലിംഗോ, റൊസറ്റ സ്റ്റോൺ, മെമ്മറൈസ്, ബേബിൾ. Then next, online dictionaries and translation tools. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിൽ ടീച്ചിങ് എയ്ഡ്സ് ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ദ ടീച്ചിങ് എയ്ഡ്സ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ് റൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വൈറ്റ് ബോർഡ്, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്നൊന്നും എഴുതരുത്. നമുക്ക് എഴുതേണ്ടത് ഇതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ ഡിക്ഷണറീസ് ആൻഡ് ട്രാൻസ്ലേഷൻ ടൂൾസ്, ഇങ്ങനെയൊക്കെയുള്ള. These are digital resources that provide language learners with a quick and easy access to translations and definitions of words and phrases in multiple languages. Online dictionaries can be monolingual, providing definitions and informations in a single language, or bilingual, providing translations into one or more languages. Translation tools are designed to provide quick and automatic translations of words and phrases between multiple languages. These tools can be useful for getting a quick sense of meaning of words or phrase and act as a supplement to language learning. Some popular online dictionaries and translation tools include Google Translate, Merriam-Webster, Lingua, and Word Reference. ഓൺലൈൻ ഡിക്ഷണറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഡിക്ഷണറീസും ട്രാൻസ്ലേഷൻ ടൂൾസും. ഓക്കെ, ഇത് രണ്ടും ഡിജിറ്റൽ റിസോഴ്സസുകളാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്? ഓൺലൈൻ ഡിക്ഷണറി എന്ന് പറയുന്നത് മോണോലിംഗ്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, മോണോലിംഗ്വൽ ആണ്. Here, online dictionaries provide definitions and informations regarding a single language, or bilingual, providing translation into one or more languages. Okay, and translation tools are designed to provide quick and automatic translation of words and phrases between multiple languages. Online dictionaryയിൽ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തേക്ക് വൺ ടൈമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ട്രാൻസ്ലേഷൻ നടത്തുന്നുള്ളൂ. മോണോലിംഗ്വൽ ആണ്. ഓക്കെ, പക്ഷേ ട്രാൻസ്ലേഷൻ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് പല ലാംഗ്വേജിലേക്ക് ഒരേ ടൈമിൽ എന്ത് ചെയ്യുന്നു? അത് ട്രാൻസ്ലേഷൻ നടത്തുന്നു. These tools can be useful for getting quick sense and meaning of the word or phrase and act as a supplement to language learning. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ഇപ്പോൾ ഒരു വേർഡ്, ഒരു പർട്ടിക്കുലർ വേർഡ്, ഫ്രേസ് അല്ലെങ്കിൽ സെൻറ്റൻസ് അതൊരു പല ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യാൻ സഹായിക്കും. Some popular online dictionaries include Google Translate, Merriam-Webster, Lingua, and Word Reference. Then audio video resources. Many type of audio and video resources including podcasts, news broadcasts, TV shows, movies, and YouTube channels provide opportunities to practice listening, speaking, and pronunciation and learn about the culture, real life language usage.
Podcasts provide engaging and authentic content on various topics. Some popular language learning podcasts include Coffee Break with Spanish, News in Slow French, Chinese Pod. These podcasts often provide transcripts and other learning resources to help learners follow along and improve their comprehension. So podcast എന്ന് വെച്ചാൽ എന്താണ്? It provides an engaging and authentic content on various topic. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ലിസണിങ് ആക്ടിവിറ്റി ആണ്. നമുക്ക് ഒരുപാട് സബ്ജക്റ്റിലുള്ള ഒരുപാട് മെറ്റീരിയലിലുള്ള കാര്യങ്ങൾ നമുക്ക് അതുവഴി കേൾക്കാൻ സാധിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് കോഫി ബ്രേക്ക് വിത്ത് സ്പാനിഷ്, കോഫി വിത്ത് കരൺ അല്ല, കോഫി ബ്രേക്ക് വിത്ത് സ്പാനിഷ്, ന്യൂസ് ഇൻ സ്ലോ ഫ്രഞ്ച്, ചൈനീസ് പോഡ്, ഇതൊക്കെ പോഡ്കാസ്റ്റിന് എക്സാമ്പിൾ ആണ്. അത് നമുക്ക് 2 മാർക്സിന് ചോദിക്കാം. Give some examples for podcast. Okay, these podcasts often provide transcripts and other learning resources to help learners follow along to improve their comprehension. നമ്മളിപ്പം ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അതിന് സബ് ടൈറ്റിൽ വരത്തില്ലേ, അതുപോലെ തന്നെ ചില പോഡ്കാസ്റ്റിന് എന്ത് വരുന്നുണ്ട്, ട്രാൻസ്ക്രിപ്റ്റ്സും വരുന്നുണ്ട്. അതുപോലെ ഒരേ സമയം നമ്മൾ ഇവർ പറയുന്നത് കേൾക്കുകയും അതേസമയം അതിൻ്റെ ആ ട്രാൻസ്ക്രിപ്ഷൻ, ആ ഒരു സബ് ടൈറ്റിൽ വായിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. Then news broadcasts, they provide exposure to real life language usage and a range of vocabulary related to current events. Many new organizations such as BBC and CNN offer news broadcasts in multiple languages, transcripts and other learning resources. ന്യൂസ് ബ്രോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, വൊക്കാബുലറി റിലേറ്റഡ് കറണ്ട് ഇവന്റ്സ് ഒക്കെ വരുന്ന ന്യൂസ് ബ്രോഡ്കാസ്റ്റ്. CNN, BBC ഇങ്ങനെയുള്ള ന്യൂസ് ചാനലുകളിലൂടെ നമുക്ക് ദിവസം ഇങ്ങനെ കേൾക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഈ പറയുന്ന ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സഹായിക്കുന്നു. മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ട്രാൻസ്ക്രിപ്റ്റ്സ്, അതർ ലേണിംഗ് റിസോഴ്സസ് ഒക്കെ തന്നെ ഈ ന്യൂസിലൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. Then TV shows and movies. It provides exposure to authentic language usage and cultural context and nuance. Services like Netflix, Hulu offer a range of international programming with the subtitles in multiple languages. TV ഷോസ്, മൂവീസ്, ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്, ഇല്ലേ? സാധാരണ ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ സാധാരണക്കാരുടെ എങ്ങനെയാണോ അവരുടെ ജീവിതം, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ അത് നമ്മളുടെ ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പല സീരീസുകളൊക്കെ വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെയുള്ള സീരീസ് കാണുമ്പോൾ ആ സീരീസും വഴി എന്ന് വെച്ചാൽ ഡെയിലി ഇൻട്രാക്ഷൻ, ഡെയിലി കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അത് നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. YouTube channels, it provides a wealth of language learning opportunities with content ranging from instructional videos to cultural immersion experience. Some popular language learning YouTube channels include Easy Languages, Spanish Pod 101 and Japanese Ammo with Misa. ചില യൂട്യൂബ് ചാനൽസ് ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചില യൂട്യൂബ് ചാനൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നു. ചില യൂട്യൂബ് ചാനൽസ് കൾച്ചറലി അവർക്ക് ഉണ്ടായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വിവരിക്കുന്നു. സോ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് സാധിക്കുന്നത്, നമ്മളുടെ ആ ഒരു ലാംഗ്വേജ് അതിന് ലേൺ ചെയ്യാൻ സഹായിക്കുകയാണ് അത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈസി ഇംഗ്ലീഷ് ലാംഗ്വേജ്, സ്പാനിഷ് പോഡ് 101, ജാപ്പനീസ് എമോ വിത്ത് മിസ, ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ ലാംഗ്വേജ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. Next is the virtual classrooms. Virtual classrooms are online learning environments that allow students and teachers to interact and collaborate in real time using various digital tools and technologies. Virtual classrooms typically often refers such as video conferencing, chat functionality, and collaborative whiteboards such as tools for sharing documents, videos, and digital resources. One of the benefits of virtual classroom is that they can be accessed from anywhere at any time, making them flexible and convenient option for learners with busy schedules or those who live in remote areas. സോ വെർച്വൽ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് എൻവയോൺമെന്റ് ആണ്, നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഓൺലൈൻ ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, വെർച്വൽ ക്ലാസ് റൂം ആണ്. ഓക്കെ, വെർച്വൽ ക്ലാസ് റൂമിൽ ഇത് പ്രൊവൈഡ്സ് ഫീച്ചേഴ്സ് such as chat functionality, conferencing, collaborative whiteboards, then tool for sharing the videos, audios, and other digital resources. So some of the advantages of virtual classrooms includes it can be accessed from anywhere at any time, and so that it is flexible and convenient option for the learners.
those who are in busy schedules or those who lived in remote areas. Example for virtual classroom platforms include Zoom, Google Classroom, Canvas, and Blackboard. Fifth is mobile language learning apps. Mobile language learning apps are software applications designed for smartphones and other mobile devices that facilitates language learning through various tools such as vocabulary lists, grammar language lessons, interactive lessons, and conversation practice with native speakers. Some popular examples of mobile language learning apps include Duolingo, Babel, Rosetta ആൻഡ് മെമ്മറൈസ് നമ്മൾ നേരത്തെ പഠിച്ച ഓൺലൈൻ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് മൊബൈൽ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, അതേ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഗ്രാമർ പഠിക്കാനും അതുപോലെ വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാനും നമ്മുടെ ഇന്ററാക്റ്റീവ് എക്സസൈസിനും ഒക്കെ തന്നെ ഈ മൊബൈൽ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് സഹായിക്കുന്നുണ്ട്. In conclusion, overall, ICT provides language teachers with many resources and tools to help engage and motivate students and make language learning more accessible and effective. ICT ഉപയോഗിച്ച് അല്ലേ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ടീച്ചിങ് ആ ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഈ പറയുന്ന ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എൻഹാൻസ്മെന്റ് അത് റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു, ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു, ടീച്ചിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്നു. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ accessible and effective way.